സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മുടെ ആനിമെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാഡ്ര ഉച്ചിഹിയും അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹിയും തമ്മിലൊരു ഫൈറ്റ് നടന്ന ആരായിരിക്കും വിജയിക്കുക. പല കൂട്ടുകാരും പറയുന്നുണ്ട് ഇറ്റാച്ചി വിജയിക്കും, ചില പറയുന്നുണ്ട് നമ്മുടെ മാഡ്ര വിജയിക്കും. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിങ്ങനെ പറയാൻ കാരണം ഞാൻ ഇന്നലെ മിഞ്ഞാന്നിട്ട വീഡിയോ പലരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വേണം സ്ക്രീൻഷോട്ടായിട്ട് ഇവിടെ തെളിവ് കാണിച്ചിട്ടില്ല. ഒരു 2-3 പേരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇറ്റാച്ചി ഉച്ചിഹിനെ കുറിച്ച് തന്നെ നോക്കാം. നിങ്ങളെല്ലാവരും നറൂട്ടോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ നറൂട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇറ്റാച്ചിനെ അറിയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. കാരണം നമ്മുടെ ആനിമെ കമ്മ്യൂണിറ്റിയിൽ എല്ലാതെയും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹ. ആകെ 24 എപ്പിസോഡിൽ മാത്രം അങ്ങനെ അദ്ദേഹം ഉള്ളുവെങ്കിലും നമ്മുടെ ആനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അത്രയും വലുതാണ്. നറൂട്ടോ സീരീസിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒരാളാണ് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇറ്റാച്ചിൻ്റെ പവേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈസണാഗി, അതുപോലെ തന്നെ നമ്മുടെ അമത്രാസു, പിന്നെ ഷിസുയുടെ ഐ നമ്മുടെ ഇറ്റാച്ചിയുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടോ അമത്സുക്കാമി കാസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇറ്റാച്ചിക്ക് പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ നറൂട്ടോ സീരീസ് കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂസനോസിൽ ഒന്നാണ് നമ്മുടെ ഇറ്റാച്ചിൻ്റേത്. നമുക്കറിയാം ഇറ്റാച്ചിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എത്രമാത്രം പവർഫുൾ ആയിരുന്നു എന്ന്. നമ്മളെ ഹെറൂസനു അതുപോലെ തന്നെ ഫസ്റ്റ് ഹോക്കാഗെ വരെ നമ്മുടെ ഇറ്റാച്ചിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേങ്കിൽ ഇറ്റാച്ചി തൻ്റെ വില്ലേജിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇറ്റാച്ചിയുടെ പവേഴ്സ് എന്ന് വെച്ചാൽ വളരെ ബ്രോക്കൺ എബിലിറ്റീസ് തന്നെയാണ് നമ്മുടെ ഇറ്റാച്ചിക്ക് ഉണ്ടായിരുന്നത്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഇറ്റാച്ചി വളരെ ഗുരുതരമായിട്ടുള്ളൊരു രോഗവും നമ്മുടെ ഇറ്റാച്ചിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇറ്റാച്ചിക്ക് തൻ്റെ മങ്കയ്ക്കോ ശരിക്കാൻ അധികം യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ വാറ് നടക്കുന്ന സമയത്ത് റീആനിമേറ്റഡായിട്ട് വന്ന ഇറ്റാച്ചി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നാഗട്ടോനെ ഡിഫീറ്റ് ചെയ്ത്, അതുപോലെ തന്നെ കബൂട്ടോനെ ഡിഫീറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ നറൂട്ടോ ആനിമയിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ഇറ്റാച്ചിയാണെന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റാച്ചി ഏതൊക്കെ സീനിൽ വരുന്നുണ്ടോ ആ സീനിലൊക്കെ നമ്മുടെ ഇറ്റാച്ചി അവിടെ എത്ര വലിയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇറ്റാച്ചി ആയിരിക്കും അവിടെ ടോപ്പ്. അങ്ങനെയാണ് നമ്മളെ ഇറ്റാച്ചിനെ നമ്മുടെ കിഷിമോട്ടോ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ മാഡ്ര ഉച്ചിഹ. മാഡ്രനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എത്രമാത്രം പവർഫുൾ ആണെന്ന്. 80,000 ഷിനോബീസിൻ്റെ കൂടെയും അതുപോലെ തന്നെ 9 ടെയിൽഡ് ബീസ്റ്റിനെതിരെയും നറൂട്ടോ, സാസ്കെ, അതുപോലെ തന്നെ കുറേ എലൈറ്റ് ഷിനോബീസ്, പിന്നെ നമ്മുടെ 5 കാഗെ, അതുപോലെ തന്നെ പ്രീവിയസ് കാഗേസ്, ഇവരെല്ലാവരെയും ഒറ്റക്കാണ് നമ്മുടെ മാഡ്ര എതിർത്ത് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ മാഡ്രയുടെ ലെവൽ എത്രമാത്രമാണെന്ന്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ ഹാഷിറാമ സെല്ല് കൂട്ടൻ നമ്മുടെ മാഡ്ര ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാഷിറാമനെ ആയിക്കോട്ടെ ടോബിറാമനെ ആയിക്കോട്ടെ അവിടെയുള്ള എല്ലാ ബേസിൽ ഫീൽഡിലെ എല്ലാവരെയും മാഡ്ര എത്ര ഈസി ആയിട്ടാണ് ഡിഫീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള മാഡ്രയായിട്ടാണ് നമ്മൾ ഇറ്റാച്ചിനെ കമ്പയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇത്രയും പറയുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഈ ഫൈറ്റിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന്. മാഡ്രേനെ ഇറ്റാച്ചി ഡിഫീറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ വെറും 10% മാത്രമാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റാച്ചി എങ്ങനെയെങ്കിലും നമ്മുടെ മാഡ്രേനെ ഔട്ട്സ്മാർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഷിസുയുടെ ഗെൻജുറ്റ്സു കോട്ടോ അമത്സുക്കാമിയോ അല്ലെങ്കിൽ തൻ്റെ സൂസണോ വെച്ച് സീൽ ചെയ്യോ അങ്ങനെ നമ്മുടെ ഇറ്റാച്ചിക്ക് നമ്മുടെ മാഡ്ര ഉച്ചിഹിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മുടെ ഇറ്റാച്ചിക്ക് നേരിട്ടുള്ളൊരു ഫൈറ്റിൽ ഒരിക്കലും നമ്മുടെ ഇറ്റാച്ചിക്ക് മാഡ്രേനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മാഡ്ര അത്രമാത്രം പവർഫുൾ ആയിരുന്നു. അതും പോരാഞ്ഞിട്ട് നമുക്ക് നറൂട്ടോ തന്നെ കാണാൻ കഴിയും നമ്മുടെ മാഡ്രേനെ ആരും തന്നെ ഡിഫീറ്റും ചെയ്തിട്ടില്ല. ഹാഷിറാമ മാത്രമാണ് ഡിഫീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫൈനൽ വാറിൽ വന്ന മാഡ്രേനെ ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാഡ്രേനെ നമ്മുടെ ബ്ലാക്ക് സെറ്റ്സ് ബിട്രേ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ മാഡ്ര അത്രമാത്രം പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിബേറ്റ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ മാഡ്രേനെ ഡിഫീറ്റ് ചെയ്ത് നമ്മുടെ ഇറ്റാച്ചിക്ക് പറ്റില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും പറയാം. കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.